ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? ഈ തിളച്ചുകൊണ്ട് നിൽക്കണ എന്താണെന്നറിയോ? നല്ല ചിക്കൻ പാർട്സിൻ്റെ കറി ഉണ്ടാക്കൽ എങ്ങനെയാണെന്നാണ് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഇതാണ് മക്കളെ ചിക്കൻ ബോട്ടി, ചിക്കൻ പാർട്സ്. എങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റോട് കൂടി ഒരു കറി ഉണ്ടാക്കാന്നുള്ള വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യണം. എന്നാൽ പിന്നെ കുക്കർ എടുക്കാം. എന്നാൽ പിന്നെ കുക്കറും വലിച്ചുകൊണ്ട് കണ്ട് പോരി അടിപൊളി കറി ഉണ്ടാക്കാം. ചിക്കൻ പാർട്സാണ്, ചിക്കൻ ലിവറൊന്നുമില്ല അല്ലേ, കിട്ടിയത് പാർട്സാണ്. പാർട്സ് എന്ന് പറയാൻ പറ്റുമോ? ചിക്കൻ ബോട്ടി എന്ന് തന്നെ പറയാം. ബോട്ടി വെച്ചിട്ട് നല്ലൊരു കറി. ഈ വീഡിയോയിൽ കുട്ടികൾ ഒച്ചപ്പാട് ലഹളി ഉണ്ടാവും. കൊച്ചു കുഞ്ഞുങ്ങളുള്ള വീടാണ്. ഏതായാലും നമുക്ക് മിക്സിൻ്റെ ജാർ എടുക്കാം. ജാറിലേക്ക് വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഇഞ്ചി എല്ലാം കൂടി അരച്ചൊരു പേസ്റ്റാക്കി കൊണ്ടുവരുന്ന കാര്യം അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ഒന്നൊന്നര ഐറ്റം ഉണ്ടാക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. ഇന്നലെ എൻ്റെ ഇതിക്കൊരു കമൻറ്റ് വന്നതിന് അരി അരച്ചാണ് ഉണ്ടാക്കണ പത്തിരിൻ്റെ വീഡിയോയിലാണ് ആ കമൻറ്റ് വന്നിട്ടുള്ളത്. സംസാരം കുറച്ചാൽ നന്നായിരുന്നു എന്നാണ് ആ കമൻറ്റ് കേട്ടപ്പോൾ എനിക്ക് എന്താ നല്ലൊരു കമൻറ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏതായാലും ഞാൻ എന്താ ഉദ്ദേശിക്കണമെന്ന് ചോദിച്ചാൽ കറക്റ്റ് പറഞ്ഞു തരിക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളെന്താ ഉദ്ദേശിക്കണമെന്ന് എനിക്കറിയില്ല. ഒരു റെസിപ്പി ഉണ്ടാക്കുമ്പോൾ, അതും അരി അരച്ചൊക്കെ ഒരു പത്തിരി ഉണ്ടാക്കുമ്പോൾ അത് നന്നായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞു വരൂ കമൻറ്റിൽ, ഞങ്ങളിത് നന്നായിട്ടില്ല, അതുകൊണ്ട് കുറച്ച് ഓവറായി പോയതാ മക്കളെ. അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അത്രയും കറക്റ്റിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനിയും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇനിയും ഞാൻ തീർത്തു തരും. അരി അരച്ചാണ് നമ്മൾ പത്തിരി ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ഒന്നൊന്നര പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പറഞ്ഞ് കാട് കയറിപ്പോയില്ലേ, അതുതന്നെയാണ് എൻ്റെ കുഴപ്പം എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്ത് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകം ഇട്ട് കൊടുത്തു, കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു, പിന്നെ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി എന്നിവയൊക്കെയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുരുമുളകാണ് ഈ മുകളിൽ കിടക്കുന്നത്. കുരുമുളകൊക്കെ അരച്ച് പേസ്റ്റാക്കി കൊണ്ടുവരുമ്പോൾ നല്ല ടേസ്റ്റാല്ലേ. പിന്നെ വളരെ കുറച്ച് പച്ചവെള്ളം പറഞ്ഞ് അരച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്തെടുക്കുക. അങ്ങനെയായാൽ നമ്മുടെ നല്ലൊരു മസാല ഇവിടെ സെറ്റായി എന്നാണ് പറഞ്ഞു വരണേ. എന്നാൽ പിന്നെ അടുത്ത കമൻറ്റും കൂടിയാണ് നോക്കിയാലോ. അടുത്തൊരു കമൻറ്റ് വന്നതാണ്, ലോട്ടറി കച്ചവടം പോലെ തോന്നുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഇവിടെ ലോട്ടറി കച്ചവടം നല്ല നടത്തുന്നത്. ഞാൻ ഇവിടെ കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ കമൻറ്റിനൊക്കെ നല്ല അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. നിങ്ങൾക്ക് തോന്നിയതായിരിക്കും. എന്നാലും ഞാൻ കറക്റ്റ് പറഞ്ഞു തരിക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അരച്ചീനെ അരപ്പ് നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചട്ടി നല്ലോണം ചൂടായി കഴിഞ്ഞാൽ അതിക്ക് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം കറിവേപ്പിലയും ഉലുവയും രണ്ടും കൂടി മൂത്ത് വരണ്ട് കറിവേപ്പിലയൊക്കെ ഉണങ്ങി ചൂട്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ടത് പെരുംജീരകമല്ല, നല്ല ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. പെരുംജീരകം നമ്മൾ ആദ്യമേ അരച്ചപ്പെട്ടു. പിന്നെ ഞാൻ നല്ല ജീരകം ഇട്ട് കൊടുത്തു. നല്ല ജീരകം ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. ഇങ്ങനെ ചിക്കനൊക്കെ വെക്കുമ്പോൾ എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇട്ടു. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടോളി. കറിവേപ്പില കറിയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് കറിവേപ്പില എന്ന് പറഞ്ഞ സാധനം. അത് എനിക്ക് നിർബന്ധമാണ്. നിങ്ങൾക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടോളി, അല്ലെങ്കിൽ നിങ്ങൾ ഇടണ്ട. എന്നിട്ടങ്ങോട്ട് ഇളക്കി തന്നെ നമ്മൾ അരച്ചീന മസാലയാണ് ഈ കാണുന്നത്. ഒരു ഒന്നൊന്നര മസാല എന്ന് പറഞ്ഞാൽ നല്ലൊരു മസാല തന്നെ ഉണ്ട്. അങ്ങോട്ട് ഇളക്കി തന്നെ, വേറെ ഒന്നും നമ്മൾ നോക്കാമല്ല. ഇനി ഞാൻ ഒന്നും കൂടി ആവർത്തിച്ച് പറയാണ്. ഇതിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പെരുംജീരകം പൊടിച്ചാതെയാണ് ചേർത്ത് കൊടുത്തു. ഇനി പൊടിച്ചാതെ അരപ്പിക്കാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ചിക്കൻ മസാല ഇട്ട് കൊടുത്തു, ഉണ്ടായതുകൊണ്ട് ഇട്ട് കൊടുത്തു. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അങ്ങോട്ട് അരച്ച് കലക്കി കൊണ്ടുവന്ന പേസ്റ്റാണ്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി അതൊക്കെ ഇട്ടിക്കണേ. അത് ഞാൻ എന്തിനാ പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മളെ പച്ചക്കുത്ത് അങ്ങോട്ട് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഞാനിവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇളക്കി മറിച്ചും തിരിച്ചും മറിച്ചും ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ ഒരു കമൻറ്റ് എന്ന് പറയാൻ കമൻറ്റ് ഉണ്ടോ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഏതായാലും പിന്നെ ഒരു കമൻറ്റ്, ചോറ് എത്ര ഇടേണ്ടിയെന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ടൊരു കമൻറ്റ് ഉണ്ടായി. ഇതിലേക്ക് ഞാൻ തക്കാളി ഇട്ടിട്ടോ. അരി അരക്കണേക്ക് ചോറ് എത്ര ഇടേണ്ടിയെന്ന് പറഞ്ഞു തരുമോ? പത്തിരി അരി അരച്ചുകൊണ്ട് സൂപ്പർ പത്തിരി ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞതിൽ ഒരു സംശയവും ഇല്ല. ഉണ്ടാക്കിയാലൊക്കെ എന്നോട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് നന്നാകും. അപ്പോൾ ചോറ് എത്ര ഇടേണ്ടിയെന്നോ? ചോറ് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ലാന്ന്, ഒരു സുമാർ അളവിൽ അങ്ങോട്ട് ഇട്ടിട്ട് അരി അങ്ങോട്ട് അരച്ച് വിരകിയെടുക്കുക, അങ്ങോട്ട് കുറുക്കിയെടുക്കുക. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടോക്കി. നല്ല നൈസ് പത്തിരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ആ ഒരു കമൻറ്റ് ഞാൻ തീർത്തെടുത്തു. അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു അളവേ ഇല്ല കേട്ടോ ചോറിന്. അത് ഞാൻ കമൻറ്റ് തീർത്തു. ഏതായാലും തക്കാളി ഞാൻ 2 ഇട്ട് കൊടുത്തത് ഇളക്കി യോജിപ്പിച്ച് നല്ല മസാലയുടെ പച്ചക്കുത്തൊക്കെ മാറിക്കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ എന്ന് പറയാൻ പറ്റുമോ? അതിനെ പറയാൻ പറ്റത്തില്ല. ചിക്കൻ പാർട്സ്, ലിവററ്റ് എല്ലാനും, ലിവർ ഇല്ലെങ്കിലും നല്ല ടേസ്റ്റോടുകൂടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ ഒരു ഇത് നമ്മൾ വെറുതെ അടുപ്പത്തേക്കൊന്ന് വെച്ച് ഇനി ചൂടുള്ള മസാല ചെല്ലുമ്പോൾ ഇതിങ്ങോട്ട് വാടണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതൊന്ന് ആദ്യം ചൂടാക്കി എടുക്കുകയാണ് ഈ ചെയ്യണേ. ഏതായാലും നമ്മൾ അരച്ചീന മസാല ഇതിലേക്കാണ് ചേർത്തിട്ട് വീണ്ടും ഇളക്കൽ തന്നെ, വേറെ ഒന്നും നമ്മൾ നോക്കാമല്ല. ഉപ്പ് കുറവുണ്ടെങ്കിൽ വീണ്ടും ഉപ്പിട്ടിട്ട് ഇളക്കിയിട്ട് അങ്ങോട്ട് മറിച്ച് തന്നെ, തിരിച്ചും മറിച്ച് വരെ ഇളക്കൽ, അത്രേ ഉള്ളൂ.
അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നു. പിന്നെ അടുത്തൊരു കമൻറ്റ്, നെച്ചിയനാണോ? ഞാനൊരു നെച്ചിയനാണ്, അതുകൊണ്ട് നിങ്ങൾ സ്ഥലം എവിടെയെന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ടൊരു കമൻറ്റും ഉണ്ടായിനി. നെച്ചിയനാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി ആ കമൻറ്റ് കേട്ടപ്പോൾ. നെച്ചിയൻ ഫാമിലി എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയൊരു ഫാമിലിയാണ്. ഞങ്ങളെ ഫാമിലി എന്ന് പറഞ്ഞത് ഞാൻ അനിയത്തി ഏട്ടത്തി അടങ്ങണ കുടുംബമാണ് ഞങ്ങളെ ഫാമിലി എന്ന് പറയുന്നത്. അതും നെച്ചിയന്മാർ വേറെ എവിടെ ഇല്ലാത്തത് കാരണമാണ് ഞാനിവിടെ എൻ്റെ ചാനലിൻ്റെ പേര് നെച്ചിയൻ എന്നാക്കിയത്. അതുകൊണ്ട് എനിക്ക് കേട്ടപ്പോൾ സന്തോഷം തോന്നി. ആൾ പറഞ്ഞത് ഇല്ലതാണോ ഇല്ലാത്തതാണോ എനിക്കറിയില്ല. നെച്ചിയന്മാരുണ്ടോ എന്നുള്ള കാര്യത്തിലേ എനിക്ക് സംശയം. കാരണം ഞങ്ങൾക്ക് നെച്ചിയൻ ഫാമിലി ഉണ്ട്. അമ്മായികളൊക്കെ ഉണ്ടായിനി, അമ്മായികളൊക്കെ മരിച്ചുപോയി. പിന്നെ ഞങ്ങൾക്ക് വയനാട് കുടുംബക്കാരുണ്ട്. വയനാട് കുറച്ച് ആൾക്കാർ, അതും അമ്മോൻ്റെ വകയിൽ എങ്ങനെയൊക്കെ ഇപ്പാൻ്റെ എങ്ങനെയൊക്കെ ഏതൊരു വകയിലുള്ള കുടുംബമാണ്. അവരെത്തിയാണോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ഏതായാലും അറിഞ്ഞതിൽ വളരെ സന്തോഷം തോന്നുന്നു. നെച്ചിയൻ ഫാമിലി വേറെ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഞങ്ങളെ ഫാമിലി ചെറുതായതുകൊണ്ട് എനിക്കൊരു ആഗ്രഹമാണ്. അവർ ഉണ്ട് എന്ന് കേട്ടപ്പോൾ സന്തോഷം തോന്നി. അതുകൊണ്ട് ആ കമൻറ്റ് ഞാൻ ഇവിടെ പറഞ്ഞു എന്നുള്ളൂ. അങ്ങനത്തെ കുറച്ച് കമൻറ്റുകളെ വന്നിട്ടുള്ളൂ. കിട്ടിയ കമൻറ്റൊക്കെ നല്ല കമൻറ്റാണ്. മസാലേൻ്റെ പച്ചക്കുത്തൊക്കെ മാറിയത് കൊണ്ട് തന്നെ ഇതിൽ നിന്ന് നല്ലൊരു മണം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും നമുക്കിത് കുക്കർ അടിച്ച് വെച്ചുകൊണ്ട് ഇത് നല്ലോണം വേവിച്ചെടുക്കണമല്ലോ. കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഒരു പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുക്കറെ കണ്ട് അടിച്ച് വെച്ചിട്ട് 1-2 വിസിൽ, നമുക്കറിയില്ലേ ഇതെങ്ങനെ വേവേണ്ടിയെന്ന്. ആ വേകണ കോലത്തിലുള്ള വിസിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ ഇവിടെ തീ കുറച്ചിട്ടും കുറച്ചിട്ടൊക്കെ വിസിൽ വന്നാൽ ഞാൻ പിന്നെ കുറച്ച് നേരം കുറച്ച് തീ കുറച്ചിലിട്ട് ഇനി വേവിൻ്റെ ഒരു കമ്മി വേണ്ടാന്ന് കരുതിയിട്ട് കുറച്ച് നേരം കുറച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ കൂടെ എൻ്റെ മോന് വന്നിട്ട് പറയാണ് എനിക്ക് ചിക്കൻ ഇത് പൊരിച്ചത് മതിയേനീൻ. അപ്പം ഞാനതിന് കോരി കൊടുത്തു. അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക, ഏതെങ്കിലും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞില്ലേ. കുട്ടികളുടെ ലഹള ഇതിൻ്റെ മണം വന്നിട്ടാണ് ഈ കുട്ടികൾ ഇവിടുന്ന് പോകാത്തത്. കണ്ടോ, അവനക്ക് ഞാൻ കോരി കൊടുത്തതിന് ആ മസാലയോടൊക്കെ കോരി കൊടുത്തു. അല്ലാതെ എന്താ ചെയ്യുക, അവന് പൊരിച്ചണം എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ പറഞ്ഞാൽ പിന്നെ ഒരു വിട്ടുവീഴ്ചയില്ല. ഓന് പിന്നെ പൊരിച്ചേ കിട്ടിയേ മതിയാവുള്ളൂ. ഏതായാലും അതൊന്നും പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ലല്ലോ. നമ്മളെ എന്ത് ചെയ്യണം, ഉള്ളി കട്ട് ചെയ്യണം അല്ലേ. ഉള്ളിട്ട് തൂമിച്ചുമ്പോഴല്ലേ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അവന് ചിക്കനൊക്കെ ചിക്കൻ പാർട്സൊക്കെ പൊരിച്ചിക്കാണ്ട് ആ എണ്ണയാണ് ഈ കാണുന്നത്. ഇന്ന് ഒഴിച്ച എണ്ണ തന്നെയാണ് കേട്ടോ. കുറേ മസാല ഇട്ടിട്ടാണ് ആ എണ്ണയ്ക്ക് ഒരു ചെറുതായിട്ട് ആ മസാലേൻ്റെ ആ കരിവയിൽ വന്നിക്കണേ. ഏതായാലും നമുക്ക് ഇതിൽ ഉള്ളിയിട്ട് തൂമിച്ചാൽ ഇനിയിപ്പോൾ വേറെ എണ്ണയൊന്നും എടുക്കാനാവില്ല എന്ന് വിചാരിച്ച് അതിലിട്ട് ഇളക്കിയിട്ട് അങ്ങോട്ട് മറിച്ച് തന്നെ ഉള്ളി, ഒരു വലിയ ഉള്ളിയാണ് കേട്ടോ, 2 ചെറിയ ഉള്ളി ഉണ്ടായിരുന്നു. 2 കൂടി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. കട്ട് ചെയ്തുകൊണ്ട് ഇതേപോലെ നമ്മൾ നല്ലോണം വഴറ്റി കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. തൂമിച്ചുന്ന സമയത്ത് കറക്റ്റായിട്ട് നമ്മൾ വറവിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണിത്. നമ്മൾ എന്ത് റെസിപ്പി ഉണ്ടാക്കുമ്പോഴും അത് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ. അങ്ങനെ തന്നെയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ എന്ത് റെസിപ്പി ഇട്ടുമ്പോഴും നമ്മൾ ഓരോ രീതിക്ക് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ടേസ്റ്റോട് കൂടി നമുക്ക് എന്തുണ്ടാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. അപ്പം തിരിച്ചു മറിച്ച് ഒരു ഇളക്കൽ, നമ്മളെ വെന്തീനെ ഇതുണ്ടല്ലോ, ഇത് നല്ലോണം വെന്തിട്ടുണ്ട്. ഇതിൻ്റെ പരുവം നോക്കുകയാണെങ്കിൽ കറക്റ്റ് നല്ലോണം മസാലയൊക്കെ പിടിച്ച് നല്ലൊരു പരുവത്തിലായി കിട്ടിയിട്ട് നല്ലൊരു മണം വന്നിട്ട് കുട്ടികൾ ഇവിടുന്ന് എണീറ്റ് പോകണില്ല. എന്താ പറയുക, ചിക്കൻ പാർട്സാണ്, ചിക്കൻ ലിവറും കൂടി ഇല്ല എന്നിട്ട് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്, കുട്ടികൾ ഇവിടുന്ന് എണീറ്റ് പോകണില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. വട്ടയും ചുറ്റി നിൽക്കുകയാണ് ആ മണം വന്നിട്ട്. ഏതെങ്കിലും 2 പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക. പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്താൽ എന്താ വെച്ചാൽ പച്ചമുളകിന് എരിവ് കൂടും. അതുകൊണ്ട് ഇവിടെ കുട്ടികൾക്ക് എരിവ് ഇഷ്ടമില്ലാന്ന് പച്ചമുളകിൻ്റെ ഒരു ടേസ്റ്റ്, ആ പച്ചപ്പുള്ള ഒരു ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അതുകൊണ്ട് ഞാൻ ഇവിടെ പച്ചമുളക് ചേർത്തുന്നുള്ളൂ. ഇനി നമ്മൾ ഇളക്കി കൊടുത്തു. ആ പച്ചമുളകിൻ്റെ ആ പച്ച ടേസ്റ്റ് അതിൽ വരുന്ന വരെ നമ്മൾ ഇളക്കി കൊടുത്തു. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമ്മൾ ഉപ്പിട്ടെടുക്കുക. നമുക്ക് ചെറുതായിട്ട് ഉള്ളി വാടണമെങ്കിൽ ചെറുതായിട്ടൊരു ഉപ്പ് വേണമല്ലോ, അതുകൊണ്ട് ഉപ്പിട്ടെടുത്തു. എന്നിട്ട് നമ്മൾ റെഡിയാക്കി ഇനി ആ മസാല ഇല്ല, ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ ഇതിക്കടെ ഒഴിച്ചെടുക്കും. കുട്ടികൾ ഞങ്ങൾക്ക് പറയുന്നത് കേൾക്കാൻ പറ്റും, ഞങ്ങൾക്ക് മാത്രം തരൂല, ഞങ്ങൾക്ക് എന്താ തരാത്തത്, ഇതിന് വെയിറ്റ് ചെയ്ത് നിൽക്കല്ലേ, ഞങ്ങൾക്ക് വറവിടണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളുടെ നിലയും വിളി കൂടാണ്. കാരണം ആ പരുവത്തിലുള്ള ആ കുക്കറിലല്ലേ മതിയെന്ന്. എന്നാലും എൻ്റെ ഒരു ഇതെന്താ വെച്ചാൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഇതിക്കാണ്ട് ഒഴിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു 2 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കി, നിങ്ങൾക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഈ നിൽക്കുന്നുള്ളത് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു ബട്ടൺ നിൽക്കുക. ഓരോ കുട്ടിക്കും ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നത്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു ഐറ്റമാണ് ഇന്നിവിടെ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്.
കുട്ടിയൊക്കെ കൊടുത്താൽ പിന്നെ ഒരു സമാധാനം. എന്നാൽ പിന്നെ സാവധാനത്തിന് നമുക്കും കഴിക്കാം. ഇത് രാത്രി എടുത്ത വീഡിയോ ആണ്. രാത്രിയാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. ഏതെങ്കിലും രാത്രി ഫുഡ് ആയതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് കഴിക്കണുള്ളൂ. ഏതെങ്കിലും നമുക്ക് ഇതിൻ്റെ ടേസ്റ്റൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ഞാനും കൂടി ഒന്ന് ചെക്ക് ചെയ്യട്ടെ. അത് കുട്ടികൾ മാത്രം, ഞാൻ കുറേ നേരമായില്ല മണം ആസ്വദിച്ച് നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ ബിസ്മിയൊക്കെ ചെല്ലി വീണ്ടും അകത്താക്കാനുള്ള ശ്രമത്തിലാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സൂപ്പർ അടിപൊളി ടേസ്റ്റ്. ആ പച്ചമുളകിൻ്റെ പച്ച ടേസ്റ്റ്, പിന്നെ മസാലപ്പൊടികളുടെ ഒരു പ്രത്യേക ടേസ്റ്റ്, നല്ല കുറുക്ക് രൂപത്തിൽ പാകത്തെ പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. ഏതെങ്കിലും പിറ്റേന്ന് ഞാൻ രാവിലെ അരി അരച്ചുകൊണ്ടുള്ള പത്തിരിയാണ് ഉണ്ടാക്കിയത്. ആ പത്തിരിയാണ് ഈ കാണുന്നത്. ഇങ്ങനെയാണ് അരി അരച്ച പത്തിരി ഉണ്ടാക്കിയാൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഇവിടെ കാണിക്കാൻ വന്നത്. ഇതിൽ പത്തിരിക്ക് ബാലൻസ് ഉണ്ടായിനി, അതുകൊണ്ട് കുറച്ച് ബാലൻസ് ഉണ്ടായിനി. എന്നാൽ പത്തിരിക്കും കൂടി കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു, ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് പിച്ചിട്ട് ഇതിൽ ഇങ്ങോട്ട് കുത്തി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ അത്രയും നേരം കണ്ടു നിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോയിൽ ഞാൻ വരുന്നതാണ് ഇൻഷാ അല്ലാ.